ഹലോ എവരിവൺ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ബിരുദത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ പ്രപ്പോസ്ഡ് ഡേറ്റുകളെ കുറിച്ച് അറിയാൻ ഒരു ആകാംക്ഷ കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ അക്കാഡമിക് കലണ്ടർ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ കോളേജിലെ അഡ്മിഷൻ്റെ പ്രോസസ്സ് പോകുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത്, അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നത് ജൂൺ 7 ക്ലോസ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ജൂൺ 7 ക്ലോസ് ചെയ്തിട്ട്, അപ്പോൾ അവർ പറയുന്ന അഡ്മിഷൻ വിളിച്ച് തുടങ്ങിയത് +2 റിസൾട്ട് വന്ന് ഒരാഴ്ചയ്ക്കകമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിളിച്ചായിരുന്നു. ജൂൺ 7 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ജൂൺ 7 കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് ജൂൺ 16 എന്ത് ചെയ്യും, നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ വരും. അപ്പോൾ ട്രയൽ റാങ്ക് ലിസ്റ്റും വരണം, ഫൈനൽ റാങ്ക് ലിസ്റ്റും വരണം. ഒന്നുകിൽ ജൂൺ 16 അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് 2 മന്ത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം മാക്സിമം പോയ ജൂൺ 16 എന്നാണ് അവർ പറയുന്നത്. ജൂൺ 16 എന്ത് വന്നിട്ടുണ്ടാവും, ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത പരിപാടി അലോട്ട്മെൻറ്റിലേക്കാണ്. സാധാരണ അലോട്ട്മെൻറ്റിൻ്റെ ഇടയ്ക്കുള്ള പരിപാടിയൊക്കെ സാധാരണ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതിനുള്ള ഓപ്ഷൻ വരും, എഡിറ്റിംഗ് ഓപ്ഷൻ വരും. അതൊക്കെ പഴയ പോലെ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ജൂൺ 21 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 30 വരുന്നു. എന്നിട്ട് ജൂലൈ 1 തന്നെ എന്ത് ചെയ്യും, അതായത് ഇനി പുതുതായിട്ട് വരുന്ന ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകൾ തുടങ്ങും എന്നാണ് പറയുന്നത്. എന്നിട്ട് തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 5 ഓക്കെ, അപ്ലൈ ചെയ്യാത്തവർക്ക് വേണ്ടി റീ ഓപ്പണിംഗ് ഓഫ് അഡ്മിഷൻ ഉണ്ട്. അത് എപ്പോഴാണ് നടക്കുന്നത്, ജൂലൈ 7 തൊട്ട് 12 വരെ. എന്നിട്ട് ഫോർത്ത് അലോട്ട്മെൻറ്റ് 19 വരുന്നു. ഫോർത്ത് അലോട്ട്മെൻറ്റ് വന്നിട്ട് പിന്നെ ഫൈനൽ ക്ലോസിങ് ഓഗസ്റ്റ് 22 നടക്കുന്നു. കോളേജ് യൂണിയൻ ഇലക്ഷൻ അടുത്ത വർഷത്തേക്ക് ഓഗസ്റ്റ്. ഓക്കെ, ബാക്കിയെല്ലാം പഴയതുപോലെ. എന്നിട്ട് അവർ പറയുന്നത് എക്സാം രജിസ്ട്രേഷൻ സെപ്റ്റംബറിന് വെച്ചിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഒക്ടോബർ 15 തുടങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. സോറി, ഒക്ടോബർ 15 ഒക്ടോബർ 15 ഫസ്റ്റ് സെം എക്സാമിൻ്റെ ടൈം ടേബിൾ പുറത്തുവിടും. നവംബർ 3 18 ഇടയ്ക്കായിട്ട് എന്ത് നടക്കും, ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം നടക്കും. അപ്പോൾ 4 ജൂലൈയിൽ തുടങ്ങും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓക്കെ, 4 മാസം കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം, 4 മാസം കിട്ടണം മിനിമം. എന്നിട്ട് നവംബർ 27 എന്ത് ചെയ്യും, സെക്കൻഡ് സെമസ്റ്റർ തുടങ്ങുമെന്നാണ് പറയുന്നത്. പോട്ടെ, അതൊക്കെ ഫസ്റ്റ് സെമസ്റ്റർ ആദ്യം കഴിഞ്ഞിട്ടല്ലേ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് നിലവിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഡേറ്റുകൾ. ജൂൺ 7 നമ്മുടെ അഡ്മിഷൻ അപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് ക്ലോസ് ചെയ്യുന്നു. റാങ്ക് ലിസ്റ്റുകൾ ജൂൺ 16 വരും. മാക്സിമം പോയ ജൂൺ 16 മുമ്പ് വന്നാലേ ഉള്ളൂ, കഴിഞ്ഞ് പോകത്തില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ജൂൺ 21 എന്തായാലും അലോട്ട്മെൻറ്റ് നടക്കും. 1 ഇപ്പോൾ കറക്റ്റ് 1 എന്ത് ചെയ്യണം, ക്ലാസ് തുടങ്ങുമെന്നാണ് പറയുന്നത്. ജൂലൈ 1 നമ്മുടെ ക്ലാസ്സുകൾ കമൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ നിലവിലുള്ള പ്രൊപ്പോസിഷൻ. ഇത് തന്നെ നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇത് കലണ്ടർ ഫോളോ ചെയ്ത് പോകാൻ നമ്മുടെ യൂണിവേഴ്സിറ്റി ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ നടക്കുമെന്ന് വിചാരിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്